ബാലി വാസ്തവത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭൂമിയാണ്. ഇവിടെ കാണുന്ന ഓരോ ക്ഷേത്രത്തിനും പൂജയ്ക്കും മന്ത്രത്തിനും പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വേരുകളാണ്. പണ്ടുകാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള സന്യാസികളും യോഗികളും ഋഷികളും കടൽ കടന്ന് ബാലിയിലെത്തിയ ചരിത്രമുണ്ട്. അവർ വന്നത് രാജ്യം പിടിച്ചെടുക്കാനോ മതം അടിച്ചേൽപ്പിക്കാനോ അല്ല, ധ്യാനം ചെയ്യാനും വിശ്വാസം പകർന്നു കൊടുക്കാനും ജീവിതം പഠിപ്പിക്കാനുമായിരുന്നു. അങ്ങനെയാണ് ബാലിയിൽ ഹിന്ദുമതത്തിൻ്റെ വിത്ത് വീണത്. ഇന്ത്യയുടെ ആത്മാവും ബാലിയുടെ പ്രകൃതിയുമായി ചേർന്ന് ബാലിനീസ് ഹിന്ദുമതം എന്നൊരു പുതിയ സംസ്കാരം പിറന്നു. അതിൻ്റെ ഏറ്റവും ശക്തമായ അടയാളങ്ങളിലൊന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ലംബോയാങ് ക്ഷേത്രം. ബാലിയുടെ ആത്മാവ് ഒളിച്ചിരിക്കുന്നത് അവിടുത്തെ പുരാതന ക്ഷേത്രങ്ങളിലാണ്. അങ്ങനെ ബാലിയിലെ ഏറ്റവും പഴയതും ഏറ്റവും പുണ്യമുള്ളതുമായ ഒരു ക്ഷേത്രമാണ് ലംബോയാങ് ക്ഷേത്രം. ലംബോയാങ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാലിയുടെ കിഴക്കേ ഭാഗത്തുള്ള മൗണ്ട് ലംബോയാങ് എന്ന മലയുടെ മുകളിലാണ്. ഇന്ന് ലോകം മുഴുവൻ ഈ ക്ഷേത്രത്തെ അറിയുന്നത് ഗേറ്റ് ഓഫ് ഹെവൻ അഥവാ സ്വർഗവാതിൽ എന്ന പേരിലാണ്. രണ്ടായി പിളർന്നിരിക്കുന്ന ആ വലിയ കല്ല് കവാടം കണ്ടോ? അതിനിടയിലൂടെ കാണുന്നതാണ് മൗണ്ട് അഗുങ്. മൗണ്ട് അഗുങ് ഒരു സാധാരണ മലയല്ല, ഇതൊരു സജീവ അഗ്നിപർവ്വതമാണ്. പക്ഷേ ബാലി നിവാസികൾക്ക് മൗണ്ട് അഗുങ് ഒരു അഗ്നിപർവ്വതമല്ല, ദൈവങ്ങൾ വസിക്കുന്ന വിശുദ്ധമായ മലയാണ്. അതുകൊണ്ടാണ് ബാലിയിലെ ഏറ്റവും വലിയ മറ്റൊരു ക്ഷേത്രമായ ബസാക്കി ക്ഷേത്രം ആ മലയുടെ അടിവാരത്ത് നിൽക്കുന്നത്. അങ്ങനെ മൗണ്ട് അഗുങ്ങിനെ ആ വലിയ കല്ല് കവാടത്തിനിടയിലൂടെ കാണുന്നത് ഒരു സ്വർഗീയ കാഴ്ച തന്നെയാണ്. ലംബോയാങ്ങിലെ ഗേറ്റ് ഓഫ് ഹെവന് മുന്നിലെത്തിയാൽ ഫോട്ടോ എടുക്കൽ ഓപ്ഷനല്ല. ഇവിടെ നിന്നുള്ള ഒരു ക്ലിക്ക് ബാലി ട്രിപ്പ് പൂർത്തിയാക്കിയ സാക്ഷ്യം തന്നെയാണ്. 7 ചെറിയ ക്ഷേത്രങ്ങളടങ്ങിയ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ലംബോയാങ് ക്ഷേത്രം. ഏറ്റവും മുകളിലെത്താൻ ഏകദേശം 1700 പടികൾ കയറണം. ഇവിടെ വരുന്ന എല്ലാവരും ബാലിനീസ് വസ്ത്രമായ സാരോങ്ങും സാഷും ധരിച്ചിരിക്കണമെന്നത് നിർബന്ധമാണ്. കാരണം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല, ജീവിക്കുന്ന ഒരു ആരാധനാലയമാണ്. സരോങ് എന്ന് പറയുന്നത് മുണ്ടുപോലെ ധരിക്കുന്ന ഒരു പരമ്പരാഗത തുണിയാണ്. ഇത് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ധരിക്കും. സരോങ്ങിൻ്റെ മുകളിൽ കെട്ടുന്ന തുണിയെയാണ് സാഷ് എന്ന് പറയുന്നത്. അങ്ങനെ ലംബോയാനിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു തീർത്തു. മലമുകളിലെ ആ ശാന്തത, കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന കാറ്റ്, ഗേറ്റ് ഓഫ് ഹെവന് മുന്നിൽ നിന്ന് എടുത്ത ആ ഫോട്ടോകൾ, അതിന് പിന്നിലായി നീണ്ടു നിൽക്കുന്ന അഗുങ് മലനിരകൾ, എല്ലാം കൂടി ഒരു സ്പെഷ്യൽ അനുഭവം തന്നെയായിരുന്നു. ലംബോയാങ് ക്ഷേത്രം നമ്മളെ പഠിപ്പിച്ചത് ഇതാണ്: എല്ലാ യാത്രയും കാണാനല്ല, ചില യാത്രകൾ മനസ്സിലേക്ക് ഇറങ്ങാനാണ്.